ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്കൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിരിക്കുകയാണ്. യൂട്യൂബ് വെച്ചിരിക്കുന്ന കണ്ടീഷൻ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാട്സപ്പും അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ചാനൽ പെട്ടെന്ന് തന്നെ മോണിറ്റൈസ് ആവാനും അതിനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഫസ്റ്റ് തന്നെ ഈ ഗുഡ് ന്യൂസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് അത് പറയാനായിട്ട് വാക്കുകൾ കിട്ടണില്ല, അതുപോലെ എനിക്ക് സന്തോഷമാണ്. കാരണം നമ്മൾ ഓരോ ദിവസം വീഡിയോ ഇടുമ്പോഴും നമ്മൾ വാച്ച് അവർ കയറിയിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ല, എനിക്കിങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളതൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഓരോ ചാനലുകൾ നമ്മൾ ഓരോ യൂട്യൂബിൽ ഓരോ വീഡിയോസും കാര്യങ്ങളും, പ്രത്യേകിച്ച് എനിക്ക് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ ഞാൻ മറ്റേ സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണിച്ചേച്ചി, യു ആർ ബ്യൂട്ടിഫുൾ റിൻസി ചേച്ചി, അവരുടെ വീഡിയോസാണ് കൂടുതലായിട്ടും കാണാറുള്ളത്. അപ്പോൾ അങ്ങനെ കുറേ വട്ടം ഞാൻ ഒരു കണ്ട വീഡിയോ തന്നെ ഞാൻ കുറേ വട്ടം ഇരുന്ന് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അപ്പോഴൊക്കെ തോന്നാറുണ്ട് എനിക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് അതിനുള്ള ധൈര്യം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഫോൺ ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ പോലും ടെൻഷൻ. അതുപോലെ തന്നെ ജസ്റ്റ് സംസാരിക്കാണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ വല്ല മേക്കപ്പ് വീഡിയോ ഞാൻ പണ്ടൊക്കെ അങ്ങനെ എടുത്ത് നോക്കാറുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും പറ്റില്ലെങ്കിൽ പേടിയാ. അങ്ങനെ നല്ല ടെൻഷനുള്ള കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാനായിരുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ കുറച്ച് വിഷമമായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഒരു മിസ്കാരേജിൻ്റെ ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു. ആ സമയത്താണ് എനിക്ക് ചേട്ടനോട് ഞാൻ ഓൾറെഡി ഇങ്ങനെ യൂട്യൂബ് ചാനലിലേക്ക് തുടങ്ങാനായിട്ട് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ എനിക്ക് എന്താണോ ഇഷ്ടം അത് നീ ചെയ്തോ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു മിസ്കാരേജ് ഉണ്ടായ സമയത്ത് ചേട്ടൻ എന്നോട് പറയാണ്, എനിക്ക് മെൻ്റലി ഞാൻ ഭയങ്കര ഡൗൺ ആയ ഒരു സമയമായിരുന്നു. അപ്പോൾ ചേട്ടനാണ് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ ഇഷ്ടമാണ്, ഇനി അങ്ങനെ വീഡിയോസ് ഇട്ടോ അങ്ങനെയൊക്കെ ചേട്ടനാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തുടങ്ങിയ ഒരു ചാനലാണ് കേട്ടോ എൻ്റെ യൂട്യൂബ് ചാനൽ. പിന്നെ എനിക്ക് ആദ്യമൊക്കെ വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങിയപ്പോൾ അങ്ങനെ വ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ ഇടുന്തോറും ഇങ്ങനെ ഷോർട്സുകളായിരുന്നു ഞാൻ ആദ്യം ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷോർട്സുകൾ ഇടുമ്പോൾ അങ്ങനെ ചിലപ്പോൾ ഒന്നും വ്യൂസൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ഇട്ടിട്ട് ഇങ്ങനെ വ്യൂസുകൾ ഇങ്ങനെ കയറി വരുന്ന കണ്ടു. അപ്പോൾ എനിക്ക് നല്ല ഇൻട്രസ്റ്റഡ് ആയി. അങ്ങനെ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടു കേട്ടോ. പിന്നെ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗം പോലെയായി യൂട്യൂബ്. ഞാൻ എന്നും വീഡിയോസ് ഞാൻ ആഴ്ചയിൽ ഒരു 2-3 വീഡിയോസ് മാത്രം ഇടും. 2 വീഡിയോസ് അങ്ങനെയൊക്കെ ഇടുള്ളൂ. പക്ഷേ ഷോർട്സുകൾ ഞാൻ എല്ലാ ദിവസവും മസ്റ്റായിട്ട് 1-2 ഷോർട്സ് ഞാൻ മിക്കപ്പോഴും ഇടാറുണ്ട്. അങ്ങനെ ഷോർട്സ് ഇട്ടപ്പോഴും എനിക്ക് വ്യൂസ് കിട്ടുമ്പോൾ എനിക്ക് കുറേ ഇൻട്രസ്റ്റഡ് ആയി. അതായത് അയ്യോ നമ്മളിങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ പെട്ടെന്ന് വ്യൂസ് കയറുന്നതിനനുസരിച്ച് സബ്സ്ക്രൈബേഴ്സും കൂടുന്നു. അപ്പോൾ ഒരുപാട് അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി യൂട്യൂബിനെ. ഞാൻ അങ്ങനെ ഇഷ്ടപ്പെട്ടതാണ്. ഇങ്ങനെ കുറേ നാൾ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പെട്ടെന്ന് അങ്ങനെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ വിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ 1.5 വർഷത്തിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ആളാണ് യൂട്യൂബ്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതിൻ്റെ വ്യൂസും കാര്യങ്ങളൊന്നും നോക്കുക, അതൊക്കെ എനിക്ക്. പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടുക, 1000 സബ്സ്ക്രൈബേഴ്സ്, 2000, 3000, 4000 അതിലൊക്കെ എത്തിയിട്ടുണ്ടല്ലോ. ഒരു 100 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയ സമയത്ത് വരെ എനിക്കുണ്ടായിരുന്ന ഹാപ്പിനെസ് 100-ന് 200 ആവും, 300 ആവും. അങ്ങനെ ഓരോന്നും ഞാൻ അത്രയും എന്താ പറയാന്നറിയില്ല, അത്രയും ഞാൻ സന്തോഷമായിട്ട് ഓരോന്നും ഞാൻ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 100, 200, 300 അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വലിയ കാര്യം. ഏകദേശം ഒരു 4500 ആ ഒരു റേഞ്ചിൽ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇപ്പോൾ മോണിറ്റൈസ് ആയി. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. മോണിറ്റൈസേഷൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടാണ് മോണിറ്റൈസേഷൻ്റെ ഓരോ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോഴും ആ പ്രൊസീജിയേഴ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ സ്റ്റെപ്പായിട്ടാണ് ഓരോ പ്രൊസീജിയേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തന്നെയാണ് ഓരോ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്തത്. ഞാൻ ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ എൻ്റെ ചാനൽ മോണിറ്റൈസായി, ആഡ് വന്നു. അപ്പോൾ ഭയങ്കര സന്തോഷം. ചിലവരുടെയൊക്കെ കുറേ ടൈം എടുക്കുന്നു, നമ്മൾ ചെയ്താലും അങ്ങനെ കുറച്ച് ടൈം എടുക്കും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. മോണിറ്റൈസേഷൻ ഓപ്പൺ ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ചാനൽ എന്തുകൊണ്ടോ പെട്ടെന്ന് തന്നെ മോണിറ്റൈസായി, ആഡൊക്കെ വന്നു. ഭയങ്കര സന്തോഷമായി. ഡോളറും കാര്യങ്ങളൊക്കെ കയറി തുടങ്ങി. അപ്പോൾ എനിക്ക് പറയാൻ വാക്കുകളില്ല, അതുപോലെ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കണം. കാരണം ഞാൻ എന്താ പറയുക,
ചാനൽ തുടങ്ങിയപ്പോണ്ടല്ലോ, ഞാൻ ഫസ്റ്റ് ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ കുറേ പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഷെയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിന് മാത്രം കേട്ടോ, ഫാമിലിക്കൊന്നും അങ്ങനെ ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ മാത്രം, നമ്മൾ ചില്ലായിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ ഇടയിൽ മാത്രം ഞാൻ എൻ്റെ വീഡിയോസ് ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് സബ്സ്ക്രൈബേഴ്സായി. അതുപോലെ തന്നെ ചേട്ടൻ, എൻ്റെ കെട്ടിയോനെ പറ്റിയിട്ട് പറയാൻ വാക്കുകളില്ല. കെട്ടിയോൻ ചേട്ടൻ്റെ ഒരുവിധ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുത്തു. കൂടി ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരു 200ഓളം സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 200-250 സബ്സ്ക്രൈബേഴ്സാണ് ഞാൻ തുടങ്ങിയ സമയത്ത് എനിക്കുണ്ടായിരുന്നത്. പിന്നെ ഒക്കെയും ഷോർട്സ് ഇട്ടിട്ട് കൂടിയവരാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫാമിലി വലുതായി കുറച്ച് വലുതായി വന്നു. ഇപ്പോൾ മോണിറ്റൈസായി ഒരുപാട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചാനൽ തുടങ്ങിയ സമയത്ത്. എന്താണ്, പട്ടാണോ, നിനക്ക് ഭ്രാന്താണോ എന്നൊക്കെ ചോദിച്ച കുറേ ആൾക്കാരുണ്ട്. പക്ഷെ ഇപ്പോൾ സത്യത്തിൽ അതിനെയൊക്കെ റിക്കവർ ചെയ്ത് എനിക്ക് മറികടക്കാനായിട്ടുള്ളൊരു എനർജി എന്ന് പറയുന്നത് എൻ്റെ കെട്ടിയോനാണ്. എൻ്റെ കെട്ടിയോൻ അവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നിനക്ക് ഇഷ്ടമുള്ളത് നീ ചെയ്യേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ നിന്ന ആളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചേട്ടനോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. ആൾ വീഡിയോയിലൊന്നും വന്നില്ലെങ്കിൽ കൂടിയും എന്നെ ഒരുപാട് ബാക്കിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചത്, എനിക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്തു തരും. അതുപോലെ തന്നെ എൻ്റെ കൂടെ കട്ടയ്ക്ക് തിന്നതാണ് കേട്ടോ. ആരെന്ത് പറഞ്ഞാലും നീ അത് മൈൻഡ് ആക്കണ്ടെന്ന് എന്നെ പറഞ്ഞ് പഠിപ്പിച്ച മനുഷ്യനാണ്. എൻ്റെ കുഞ്ഞൊരു ജേണിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചാനൽ എനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല പറയാനായിട്ട്. അതാണ് ഞാനിങ്ങനെ കണന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ എല്ലാവരും തുടർന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ മോണിറ്റൈസേഷൻ്റെ സ്റ്റെപ്പുകളോ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യൂട്യൂബിനെ പറ്റിയിട്ടോ എന്തെങ്കിലും എന്നെക്കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ വീഡിയോയുടെ താഴെ ഒന്ന് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.